ഓക്കെ, കാണാമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൺവേർഷൻ ആണ് തുടങ്ങി വെച്ചത്. എനിക്ക് തോന്നുന്നു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള കൺവേർഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക്, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നമുക്കൊരു കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് നമുക്ക് വേണ്ടതൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളത് SR ഫ്ലിപ്പ് ഫ്ലോപ്പും നമുക്ക് വേണ്ടത് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്കൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ചെയ്യേണ്ടതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? നമ്മൾ ഏതാണ് നമ്മുടെ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏതാണ് നമുക്ക് വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം നമുക്കുള്ള അവൈലബിൾ നമ്മുടെ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമുക്ക് വേണ്ട റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാ? JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് SR, നമുക്ക് വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് നമുക്കറിയാം. ഇനി നമ്മൾ അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതായത് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ഫോർ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മുടെ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ വേണ്ടത്, ആ വേണ്ട ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ആ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഒരു ഇൻപുട്ട് വന്നാൽ ഏത് ഔട്ട്പുട്ടിലേക്ക് പോകും എന്നറിയുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് വന്നാൽ ഏത് ഔട്ട്പുട്ടിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏത് സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏത് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. അതായത് നമുക്കത് കറണ്ട് സ്റ്റേറ്റ്, നമുക്കുള്ള നിലവിലുള്ള സ്റ്റേറ്റ് QN, നമുക്ക് ഉള്ള ഇൻപുട്ടുകൾ, നമ്മുടെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമ്മുടെ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പത്തും JK ആണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? Jയും Kയും. അപ്പോൾ ഈ സ്റ്റേറ്റിലിരിക്കുമ്പോൾ, QN എന്ന് പറഞ്ഞ സ്റ്റേറ്റിലിരിക്കുമ്പോൾ Jയും Kയും ഒരു പർട്ടിക്കുലർ ഇൻപുട്ടുകൾ വന്നാൽ ഏതിലേക്ക് പോകും, ഏത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളത് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന QNഉം Jയും Kയും ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QN+1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3 ഇൻപുട്ടുകൾ. അപ്പോൾ മാക്സിമം എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാവും? 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാക്സിമം എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാവും? നമുക്ക് 8 പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാവും. 0 0 0 മുതൽ 1 1 1 വരെ. അത് നമ്മളിവിടെ അതുപോലെ എഴുതുന്നു. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ആൻഡ് 1 1 1. നമ്മുടെ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാമോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ. മറ്റേ ഇതല്ല, നമ്മുടെ എന്തുവാ പറയുന്നത്, എക്സൈറ്റേഷൻ ടേബിളൊന്നുമല്ല, ട്രൂത്ത് ടേബിൾ. സാധാരണ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് നമുക്ക് നോക്കാം. നിങ്ങൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളതെന്ന്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, ക്ലോക്ക് 1 ആകുമ്പോൾ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 0യും 0യും ഞാൻ ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ അതെപ്പോഴും മെമ്മറി ആയിരിക്കും. 0യും 0യും കൊടുക്കുവാണെങ്കിൽ മെമ്മറി, അതായത് പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ് നിൽക്കും. 0യും 1ഉം കൊടുക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 0 ആയിരിക്കും. 1ഉം 0യും കൊടുക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 1 ആയിരിക്കും. 1ഉം 1ഉം കൊടുക്കുവാണെങ്കിൽ എന്ത് പറ്റും? ടോഗിൾ ചെയ്യും. അപ്പോൾ 0 0 ആണെങ്കിൽ പ്രീവിയസ് തന്നെ, 0 1 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ ടോഗിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ നോക്കിയേ. നമ്മൾ 0 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? മെമ്മറി എന്ന് പറഞ്ഞ്, അതായത് പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ നിൽക്കും. അപ്പോൾ നമ്മളിവിടെ 0 0 കൊടുത്തപ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ്, ഇപ്പോൾ നിലവിലത്തെ സ്റ്റേറ്റ് എന്തോ 0. അപ്പോൾ നമ്മുടെ ആ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? 0. കാരണം മെമ്മറിയാണ്. 0 0 ഇൻപുട്ട് പറഞ്ഞാൽ മെമ്മറിയാണ്. പ്രീവിയസ് എന്താണോ അത് തന്നെ നിൽക്കും. ഇപ്പോൾ 0 0 കൊടുത്തപ്പോൾ പ്രസൻറ്റ് 0 ആയിരുന്നുകൊണ്ട് ഔട്ട്പുട്ട് എന്താണ്? 0. ഇനി 0 1 കൊടുത്താലോ? നമ്മൾ പഠിച്ചു 0 1 കൊടുത്താൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് നോക്കേണ്ട കാര്യമില്ല. 0 1 കൊടുത്താൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 0. ഇനി 1 0 കൊടുത്താലോ? ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 1. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് 1 0 കൊടുത്താൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 1. 1 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ? ടോഗിൾ ചെയ്യും. 1 1 കൊടുത്താൽ സ്റ്റേറ്റ് ടോഗിൾ ചെയ്യും. അപ്പോൾ 1 1 കൊടുത്തപ്പോൾ ഇപ്പോൾ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. മനസ്സിലായോ? നെക്സ്റ്റ് 0 0 കൊടുത്താൽ മെമ്മറി. ഇപ്പം നിലവിൽ 1 ആണെങ്കിൽ അടുത്തത് എന്ത് തന്നെയാണ്? 1. 0 1 കൊടുത്താൽ 0, 1 0 കൊടുത്താൽ 1, 1 1 കൊടുത്താൽ ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. ഇത് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
പിള്ളേരെ ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആ, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ എന്ത് ചെയ്തു, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ഫോർ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എഴുതി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തുവായിരുന്നു? എക്സൈറ്റേഷൻ ടേബിൾ ഫോർ അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മളിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മളിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ അതും നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ്. രണ്ടാമതിലേക്ക് പോകുന്നില്ല, നമുക്ക് അത് വരച്ച് തരാം, നിങ്ങൾക്ക് എഴുതാനുള്ളൊരു എളുപ്പവഴി കൂടെ പറഞ്ഞുതരികയും ചെയ്യാം. SR എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്ന് മനസ്സിലാക്കി തരുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്ന് മനസ്സിലാക്കി തരുന്ന ടേബിളാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഇപ്പോൾ SRൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് QN, നെക്സ്റ്റ് സ്റ്റേറ്റ് QN+1. ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഞാൻ S എന്ത് കൊടുക്കണം, R എന്ത് കൊടുക്കണം. ഇതാണ് എൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1. അതായത് 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ SR എന്തായിരിക്കണം, 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ SR എന്തായിരിക്കണം, 1ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കണം, 1ൽ നിന്ന് 1ലേക്ക് പോകണം. അതിന് പഠിക്കാൻ എളുപ്പവഴിയുണ്ട്. നമ്മൾ വേണമെങ്കിൽ മറ്റേ JKയുടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സൈറ്റേഷൻ പഠിക്കാൻ ഒരു ഇതുണ്ട്. ഓർഡർ അങ്ങ് വെച്ച് തന്നാൽ മതി. 0 1 0 X. ഇത് ഈ ഓർഡർ അങ്ങ് പഠിച്ചു വെക്കുക. 0 1 0 X. X എന്ന് പറഞ്ഞാൽ ഡോൺ കെയർ ആണ്. 0 1 0 X. JK പോലെ തന്നെ റിവേഴ്സ് ഇവിടുന്ന് മേളോട്ട് 0 1 0 X. എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ട്രൂ ടേബിൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, രണ്ടാമതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓർത്തുന്നത് 0 1 0 X, തിരിച്ച് റിവേഴ്സിൽ 0 1 0 X. അത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ എഴുതി, നമുക്കറിയാം എക്സൈറ്റേഷൻ ടേബിൾ നമുക്കറിയാം, അതായത് ഈ കണ്ടീഷണൽ സിറ്റുവേഷൻ. ഇനി നമ്മൾ പ്രീവിയസ്ലി എഴുതിയ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നോക്കി. ഇതിൻ്റെ സൈഡിലൂടെ തന്നെ എഴുതുന്നത് എനിക്ക് സൗകര്യം, നമുക്ക് പരീക്ഷയ്ക്ക് സൗകര്യം തന്നെ. അപ്പം ഞാനിവിടെ നോക്കി, ഇതിനകത്തോട്ട് നോക്കുക. S എന്നും R എന്നും രണ്ട് കോളം കൂടെ ഞാൻ വരച്ചു. S എന്നും R എന്നും രണ്ട് കോളം കൂടെ ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്ന ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ Jയും Kയും നോക്കുന്നില്ല. ഈ രണ്ട് കോളങ്ങൾ ഞാൻ നോക്കുന്നില്ല, തൽക്കാലത്തേക്ക് നോക്കുന്നില്ല നിലവിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കുന്ന കോളം ഈ QN-ഉം QN+1 മാത്രമേ നോക്കുന്നുള്ളൂ വിചാരിക്കുക. അങ്ങനെ നോക്കിക്കേ, 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ, ഓക്കെ, എക്സൈറ്റേഷൻ ടേബിൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് മേളിൽ പഠിച്ചത്? എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ പഠിച്ചത് എങ്ങനെ? ഇപ്പം പഠിച്ചേ ഉള്ളൂ. എങ്ങനെയായിരുന്നു? 0 0 0 1 1 0 1 1 ആണെങ്കിൽ നമ്മുടെ എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ്? 0 1 0 Xും 0 1 0 Xും ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, ആണോ? ഇത് SR ആണെങ്കിൽ, സോറി, ഇത് QN-ഉം ഇത് QN+1 ആണെങ്കിൽ നമ്മുടെ S-ഉം R ഇതാണെന്നുള്ള നമ്മൾ പഠിച്ചതാണ്. 0 1 0 Xും 0 1 0 Xും. അപ്പോൾ ഈ കേസിൽ നോക്കിയിനി ഇവിടെ ഫസ്റ്റ് റോ നോക്കുക. 0 ആണ് QN, 0 ആണ് ഏത് QN+1. അപ്പം 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ SR എന്തായിരിക്കണം? 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ നമ്മൾ പഠിച്ചു 0 to 0 0 X. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതി? 0 X. അടുത്തത് 0ൽ നിന്ന് 0ലേക്ക് തന്നെ 0 X. അടുത്തത് 0ൽ നിന്ന് 1ലേക്ക്. അപ്പോൾ 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ 1 0. അപ്പോൾ 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ 1 0. 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ 1 0. ഞാൻ തൽക്കാലത്തേക്ക് ഈ രണ്ട് കോളങ്ങൾ നോക്കുന്നില്ല, അത് ഓർത്തോളുക. ഞാനിപ്പോൾ QN-ഉം QN+1 മാത്രമേ നോക്കുള്ളൂ. ഈ കോളത്തിനകത്ത് റെഡിനകത്തുള്ള ഞാൻ നോക്കുന്നില്ല. QN-ഉം QN+1 മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 0 1 0 1. അടുത്ത എന്തുവാ? 1 1. 1 to 1 പോകണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നുണ്ടേ? 1 to 1 പോകണമെങ്കിൽ X 0. അപ്പോൾ ഞാൻ ഇവിടെ എന്താ എഴുതി? X 0. അടുത്തത് 1 to 0 പോകണമെങ്കിലോ? 1 to 0 പോകണമെങ്കിലോ? 1 to 0 പോകണമെങ്കിൽ 0 1. അടുത്തത് 1 to 1, വീണ്ടും 1 to 1 പോകണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് X 0. അടുത്തത് 1 to 0 പോകണമെങ്കിൽ 0 1. ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് എഴുതിയേ, ഈ എക്സൈറ്റേഷൻ ടേബിൾ നോക്കി എഴുതി. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലായി? എക്സൈറ്റേഷൻ ടേബിൾ നോക്കിയാണ് ഇതൊക്കെ എഴുതിയത്. ഇനി ഈ സ്റ്റെപ്പും കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൈലബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പും റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എഴുതി. അടുത്തത് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി. അടുത്തത് ഇത് ഒരുമിച്ചാക്കി എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ എഴുതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? കെ മാപ്പ് വരയ്ക്കുകയാണ് എൻ്റെ ജോലി. കെ മാപ്പ് വരയ്ക്കുകയാണ്. ഐ നീഡ് 2 K മാപ്സ്. എസ്സിന് ഒരു കെ മാപ്പ് വേണം, ആറിന് ഒരു കെ മാപ്പ് വേണം. എസ്സിന് ഒരു കെ മാപ്പ് വേണം, ആറിന് ഒരു കെ മാപ്പ് വേണം. എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് ഇത്രയുമായിരിക്കും.
ഓർത്ത് വെച്ചോളുക. എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് Qn Jയും Kയും ആയിരിക്കും എൻ്റെ ഇൻപുട്ട്. എനിക്ക് രണ്ടെണ്ണത്തിന് കേമപ്പ് വരയ്ക്കണം, എസിനും കേമപ്പ് വരയ്ക്കണം, ആറിനും കേമപ്പ് വരയ്ക്കണം. പക്ഷേ എൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയായിരിക്കും? Qn J K. അപ്പോൾ എസിൻ്റെയും ആറിൻ്റെയും കേമപ്പ് വരയ്ക്കണം യൂസിങ് Qn J ആൻഡ് K. Qn J K 3 വേരിയബിൾസ് ഉണ്ട്. 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര വേരിയബിൾ കേമപ്പ് വരയ്ക്കണം? 3 വേരിയബിൾ കേമാപ്പ് വരയ്ക്കണം. 3 വേരിയബിളിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 3 വേരിയബിൾ കേമാപ്പ് ഞാൻ വരയ്ക്കണം. നമുക്കൊന്ന് വരച്ചു നോക്കാം. 3 വേരിയബിൾ കേമാപ്പ് നമുക്ക് വരയ്ക്കണം. ഒരു മിനിറ്റ്. ശരി, ഫസ്റ്റ് നമുക്ക് ഏതിൻ്റെയാ? എസിൻ്റെ വരയ്ക്കാം. 3 വേരിയബിൾ കെ മാപ്പ് നോക്കിക്കോളൂ. എസിൻ്റെ കെ മാപ്പ്, എസിൻ്റെ കെ മാപ്പ്. ഏതൊക്കെ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്? നമ്മൾ പറഞ്ഞു Qn-ഉം Jയും Kയും ഉപയോഗിച്ച് ഞാൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ 0 1, അടുത്ത് 0 0 0 1 1 1 1 0. ഓക്കെ, ഇത് വരച്ചു. ഇനി ഞാൻ നോക്കുക, നേരത്തെ പറഞ്ഞ ഓരോ കണ്ടീഷൻ. എൻ്റെ Qn അടുത്ത ആദ്യത്തെ എസിൻ്റെ കേസിലാണ്. എസ് 1 ആവുന്നത് എവിടേക്കാണ്? എസ് ഇവിടെ 1 ആവുന്നുണ്ട്, എസ് ഇവിടെ 1 ആവുന്നു. എവിടേക്ക് എസ് 1 ആവുന്നത്? എസ് ഇവിടെ 1 ആവുന്നുണ്ട്, എസ് ഇവിടെ 1 ആവുന്നുണ്ട്. ഇവിടെ ഡോൺ കെയർ, ഇവിടെ ഡോൺ കെയർ. 4 കേസാണ് ഉള്ളത്. 1 1 ഡോൺ കെയർ ഡോൺ കെയർ. അപ്പോൾ ഏതൊക്കെ കണ്ടീഷനാണ്? ഞാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ Qn-ഉം Jയും Kയും ആണ്. അപ്പോൾ 0 1 0-ൽ 1 ആവുന്നുണ്ട്. നോക്കിയേ, 0 1 0-ൽ 1 ആവുന്നുണ്ട്, 0 1 1-ൽ 1 ആവുന്നുണ്ട്. 0 1 0-ൽ 1, 0 1 1-ൽ 1. അത് രണ്ടൊന്ന് ഞാൻ അതോട് മാറ്റിക്കേ. 0 1 0-ൽ 1, 0 1 1-ൽ 1, 0 1 0-ൽ 1, 0 1 1-ൽ 1. ഇനി ഡോൺ കെയർ എവിടേക്കാ? എൻ്റെ ഡോൺ കെയറുകൾ എവിടേക്കാ? ദേ ഇവിടെയും ഇവിടെയുമാണ് ഡോൺ കെയർസ്. ഏതൊക്കെയാ? 1 0 0-ൽ ഡോൺ കെയർ ആണ്, 1 1 0-ൽ ഡോൺ കെയർ ആണ്. 1 0 0-ൽ ഡോൺ കെയർ ആണ്, 1 1 0-ൽ ഡോൺ കെയർ ആണ്. 1 0 0-യും 1 1 0-യും. അപ്പോൾ നോക്കിക്കേ, 1 0 0 ഡോൺ കെയർ ആണ്, 1 1 0-ൽ ഡോൺ കെയർ ആണ്. ശരി, അപ്പോൾ ഞാൻ നോക്കി, എനിക്ക് 1 ഉള്ളത് എവിടേക്കാണ്? ഇവിടെയും ഇവിടെയുമാണ് 1 ഉള്ളത്. മനസ്സിലായോ? എനിക്ക് ഇതിനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. എനിക്ക് ഈ ഡോൺ കെയറുകളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? ഈ 2 1-കളെയും കൂടെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലായോ? 2 1-കളെയാണ് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ ചേഞ്ച് ചെയ്യാത്ത ഏതൊക്കെയാണ്? Qn ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ Jയും ചേഞ്ച് ചെയ്യുന്നില്ല, K ചേഞ്ച് ചെയ്യുന്നുണ്ട്. Jയും ചേഞ്ച് ചെയ്യുന്നില്ല, Qn. അപ്പം എന്താ വരും? Qn 0 ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ വരും? Qn-ൻ്റെ വാല്യൂ 0 ആണ്. സോ Qn ബാർ ചേഞ്ച് ചെയ്യാത്ത എന്തുവാണ്? ഇവിടെ J ആണ്. അപ്പോൾ Qn ബാർ J. അപ്പോൾ എസിൻ്റെ ഇക്വേഷൻ എന്തുവാ? Qn ബാർ J. അടുത്തത് ഞാൻ ഏതിൻ്റെ കേമാപ്പ് വരയ്ക്കണം? ആറിൻ്റെ കേമാപ്പ് വരയ്ക്കണം. ഇതുപോലെ തന്നെ 3 വേരിയബിൾ കേമാപ്പാണ് ആറിൻ്റെ കേമാപ്പ്. ഇതേതിൻ്റെയാ? ആറിൻ്റെ കേമാപ്പാണ്. ഇതിപ്പം ഒരു സൈഡിൽ Qn, മറ്റേ സൈഡിൽ Jയും Kയും, 0യും 1, 0 0 0 1 1 1 1 0. ഈ 6 എവിടേക്കായിരുന്നു നമുക്ക് നോക്കാം. 6 എവിടേക്കായിരുന്നു? 6-നും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ഡോൺ കെയർ. 6-ന് 2 ഡോൺ കെയർ, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1. ഇത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 6-ൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഡോൺ കെയർ വരുന്നത് എവിടേക്കാണ്? 0 0 0-ൽ ഡോൺ കെയർ ആണ്, 0 0 1-ൽ ഡോൺ കെയർ ആണ്. 0 0 0-ൽ ഡോൺ കെയർ ആണ്, 0 0 1-ൽ ഡോൺ കെയർ ആണ്. പിന്നെ എവിടേക്കാണ്? 1 വരുന്നത് എവിടേക്കാണ്? ഒന്ന് 1 വരുന്നത് ഇവിടെ, ഒരു 1 വരുന്നത് ഇവിടെ. ഈ 1 വരുന്നത് എവിടെയാണ്? 1 0 1-ൽ 1 ആണ്, 1 1 1-ൽ 1. അപ്പോൾ 1 0 1 1 1 1 1 1. അപ്പോൾ നോക്കി, 1 0 1-ൽ 1, 1 0 1-ൽ 1, 1 1 1-ൽ 1. ഇനി ഡോൺ കെയർ എവിടേക്കായിരുന്നു നമ്മുടെ? ഡോൺ കെയർ എവിടേക്കായിരുന്നു നമ്മുടെ? 0 0 0-ൽ ഡോൺ കെയർ ആയിരുന്നു, 0 0 1-ൽ ഡോൺ കെയർ ആയിരുന്നു. എവിടേക്കാ?
0 ഡോൺ കെയർ ആയിരുന്നു, 0 ഡോൺ കെയർ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഡോൺ കെയറുകൾ ഇല്ലെങ്കിൽ പോലും ഇത് തമ്മിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് തമ്മിൽ ഞാൻ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തുമായിരിക്കും? ചേഞ്ച് ചെയ്യാത്തത് ക്യൂവിന് ചേഞ്ച് ആവുന്നില്ല, കാരണം സെയിം റോ ആണ്. മേളിൽ ജെ ചേഞ്ച് ആവുന്നുണ്ട്, ഇവിടെ 0 ഇവിടെ 1 ആണ്. കെ ചേഞ്ച് ആവുന്നില്ല, ഇവിടെയും 1 ഇവിടെയും 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാത്ത ഏതൊക്കെയാണ്? ക്യൂവിന് ചേഞ്ച് ആവുന്നില്ല, കെ ചേഞ്ച് ആവുന്നില്ല. ക്യൂവിൻ്റെ വാല്യൂ എന്തുവാണ്? 1. അപ്പോൾ എന്ത് വരും? ആറിൻ്റെ ഇക്വേഷൻ എന്തുവാ? ക്യൂവിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ക്യൂഎൻ, പിന്നെ അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാതെ ഏതാ? കെയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാണ്? എസ് ഈസ് ഈക്വൽ ടു ക്യു എൻ ബാർ ജെ, ആർ ഈസ് ഈക്വൽ ടു ക്യു എൻ കെ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് നമ്മൾ ഫസ്റ്റ് ഏതൊക്കെ വേരിയബിളാണ് വേണ്ടതെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ വേരിയബിളിൻ്റെ നമുക്ക് വേണ്ട വേരിയബിളിൻ്റെ റിക്വയർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എഴുതി, പിന്നെ ഉള്ളതിൻ്റെ എക്സെപ്ഷൻ ടേബിൾ എഴുതി. അത് ഉപയോഗിച്ച് നമ്മൾ കെ മാപ്പ് വരച്ചു, അവിടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ വരെ അപ്പോൾ 4 സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാന്നുള്ളത്. അപ്പോൾ ഈ സൈഡിലോട്ട് തന്നെ വരയ്ക്കാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഉള്ളത് എന്തുവാണ്? എൻ്റെ ഉള്ള എനിക്ക് സാധനം എന്തുവാ? എസ് ആർ. എനിക്ക് വേണ്ടത് എന്തുവാ? ജെ കെ. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കുന്ന എസ് ആർ. എൻ്റെ ഉള്ളത് എസ് ആർ അല്ലേ? ആദ്യം ഞാൻ വരയ്ക്കുന്നു ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ആയിരിക്കും? എസ് ആയിരിക്കും. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ആറായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് 2 ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒരു ക്യു എന്നും അതുപോലെ തന്നെ ക്യു എൻ ബാറും. 2 ഔട്ട്പുട്ടുകളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എസ് ആർ ആണ്. എൻ്റെ പക്ഷേ എനിക്ക് ഉപയോഗിക്കേണ്ടത് ജെ കെ ആണ്. അപ്പോൾ എൻ്റെ ഉള്ള ഇൻപുട്ട് ജെ കെ ആണ്, പക്ഷേ എനിക്കുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എസ് ആർ മാത്രമായി പോയി. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു ക്യു എൻ ബാർ ജെയും ആർ ഇസ് ഈക്വൽ ടു ക്യു എൻ കെയും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഴുതണം. എന്ത് ചെയ്യണം? എസ് ഇസ് ഈക്വൽ ക്യു എൻ ബാർ ജെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ജെ എടുക്കുന്നു, ഒരു ജെ ഇൻപുട്ട് എടുക്കുന്നു. അതിനെ ക്യു എൻ ബാർ കൊണ്ട് എന്ത് ചെയ്യണം? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് ഗേറ്റാ? ആൻഡ് ഗേറ്റാ. അപ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഇവിടുന്ന് ക്യു എൻ ബാറാണ്. അപ്പോൾ ക്യു എൻ ബാറിൽ നിന്ന് ഒരു ലൈൻ വരച്ച് ഞാൻ എന്ത് ചെയ്തു? ഇത് ഏത് ഗേറ്റാണ്? ഇത് രണ്ടും കൂടെ കൊടുക്കണ്ടേ? ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്ത് ആ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുത്തു? എസിലേക്ക് കൊടുത്തു. അപ്പോൾ ജെയും ഈ വരുന്ന ഇൻപുട്ട് ചേർത്ത് ഞാൻ എവിടെ കൊടുത്തു? ഇപ്പോൾ ജെ ആയിരുന്നു. ജെയും ഈ വരുന്ന ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്ത് ഞാൻ എങ്ങോട്ട് കൊടുത്തു? എസിലേക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് ക്യു എൻ ബാർ ജെ എന്നുള്ള ഇക്വേഷൻ എവിടെ വന്നു? ക്യു എൻ ബാർ ജെ ഇവിടെ വന്നു. കുഴപ്പമില്ല. അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ എൻ്റെ കെയും എന്തുമായിട്ടുള്ളത്? ഞാൻ ആൻഡ് ഗേറ്റ് വരയ്ക്കുന്നു. അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ക്യു എൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ക്യു എൻ കൊടുത്തു. മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉണ്ടായിരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എസ് ആർ ആയിരുന്നു. എനിക്കുണ്ടായിരുന്ന ഇൻപുട്ട് ജെ കെ ഉള്ളായിരുന്നു. ജെയും കെയും കൊടുക്കേണ്ട ഇൻപുട്ടുകളെ കയ്യിലുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ജെ കെ ആയിട്ട് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തു. ഇക്വേഷൻ ഇപ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ തരിക്കും ക്യു എൻ കെ. അവിടെ മേളിലുണ്ടായിരുന്നു തരുന്നു ക്യു എൻ ബാർ ജെ. അപ്പോൾ എനിക്കിങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്. അപ്പോൾ എനിക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. ഈ ഒരു 5 സ്റ്റെപ്പുകൾ: റിക്വയർഡ് അവൈലബിൾ കണ്ടുപിടിക്കുക, റിക്വയർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ വരയ്ക്കുക, ഉള്ളതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക, ഒരുമിച്ചാക്കുക, കെ മാപ്പ് വരയ്ക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ ഇക്വേഷനകത്തുനിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 5 സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ പിള്ളേരെ? ശരി, അത് ഓർത്തോടെ. ഇത് പരീക്ഷയ്ക്ക് എല്ലാ തവണയും ചോദിക്കുന്നതാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷൻ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരണം. അതായത് നമുക്ക് എന്താണ് ട്രിഗറിങ്? ട്രിഗറിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം അറിയണം. ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് ഓരോ ക്ലോക്ക് പൾസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് പൾസിനനുസരിച്ചാണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ തന്നെ, ഒരു സ്ക്വയർ വേവ് അല്ലെങ്കിൽ പൾസ് പോലത്തെ സിഗ്നൽ തന്നെ. അപ്പോൾ ആ പൾസ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? യൂഷ്വലി ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വേവ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഒരു സ്ക്വയർ വേവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു സ്ക്വയർ വേവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു പൾസ് ആണെങ്കിലോ? ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിക്കേണ്ട, ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അതിന് 2 ഹാഫ് കാണത്തില്ല, ഒറ്റ ഇതേ കാണുകയുള്ളൂ. അതാണ് പൾസും സ്ക്വയർ വേവും തമ്മിലുള്ള വ്യത്യാസം. അത് ഓർത്തോളുക.
പൾസും സ്ക്വയർ വേവും തമ്മിലുള്ള ഇപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വൈ ആക്സിസ് എന്ന് പറഞ്ഞ ടൈമാണ്, അതുപോലെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാനിതൊന്നും വോൾട്ട് ആംപ്ലിറ്റ്യൂഡാണ് ഇതൊന്നും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ വോൾട്ടാണ്, ആംപിയർ ഒന്നും അല്ലേ, ഓർത്തോണേ. അപ്പോൾ സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കാണും. അല്ലൊരു പൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒറ്റ ഹാഫ് സൈക്കിളായിട്ട് കാണത്തില്ല, പക്ഷേ അതിന് ഹൈയും ലോവും കാണും. ഇതാണ് നമ്മുടെ ഒരു സാധാരണ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി ഇതൊക്കെ അങ്ങോട്ട് ഇവിടെ മാറി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇപ്പോൾ ഈ പൾസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എന്ത് ചെയ്യുന്നത് അടുത്തടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിടുന്നത്, തള്ളി വിടുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ക്ലോക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ എവിടെ വെച്ച് വേണം ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റാർട്ട് ആവാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഈ ട്രിഗറിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ട്രിഗറിങ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ട്രിഗറിങ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെവൽ ട്രിഗറിങ് ഉണ്ട്, രണ്ടെന്ന് പറയുന്നത് എഡ്ജ് ട്രിഗറിങ് ഉണ്ട്. ലെവൽ ട്രിഗറിങ്ങും എഡ്ജ് ട്രിഗറിങ്ങും വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൾസായാലും സ്ക്വയർ എടുത്താലും 2 ലെവലുണ്ട്. ഇപ്പോൾ പൾസിൻ്റെ കേസ് എടുക്കുക, 2 ലെവലുണ്ടെന്ന് പറയാം. അതായത് ഒരു ഹൈ ലെവലും ഈ മേളിൽ കാണിക്കുന്ന ഒരു ഹൈ ലെവലും അതുപോലെ തന്നെ ഒരു ലോ ലെവലും, ഒരു ഹൈയും ഒരു ലോയും, വീണ്ടും ഹൈ വീണ്ടും ലോ വീണ്ടും ഹൈ വീണ്ടും ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇതിനെ ഹൈ എന്നും ഇതിനെ ലോ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ലെവൽ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ അല്ലെങ്കിൽ സർക്യൂട്ടിനെ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ അതിനെ ലെവൽ ട്രിഗറിങ്, വിച്ച് മീൻസ് ഓരോ തവണ ഹൈ വരുമ്പോഴും സർക്യൂട്ട് ഓൺ ആവണം, അല്ലെങ്കിൽ ഓരോ തവണ ലോ വരുമ്പോഴും സർക്യൂട്ട് ഓൺ ആവണം അല്ലെങ്കിൽ ഓഫ് ആവണം എന്നും പറഞ്ഞ് നമ്മൾ ലെവൽ അനുസരിച്ചാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ട്രിഗറിങ് നമ്മൾ വിളിക്കുന്ന പേര് ലെവൽ ട്രിഗറിങ്. അപ്പോൾ നമ്മൾ ഹൈയിൽ വേണം ട്രിഗർ ചെയ്യാം, ലോയിൽ വേണം ട്രിഗർ ചെയ്യാം, അപ്പോൾ നമ്മുടെ ഇഷ്ടം, സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുടെ ഇഷ്ടം. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ട്രിഗറിങ് ഉണ്ടാവും ലെവലിനകത്ത് തന്നെ. ഒന്നിൽ ഹൈയിൽ ട്രിഗർ ചെയ്യാം അല്ലെങ്കിൽ ലോയിൽ ട്രിഗർ ചെയ്യാം. എനിവേ ഇഫ് യു ആർ ആക്ച്വലി ട്രിഗറിങ് ദ സർക്യൂട്ട് ഓൺ ദ ബേസ് ഓഫ് ലെവൽസ്, ഹൈ ലോ എന്നുള്ള ലെവലിൻ്റെ ബേസിലാണ് ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രിഗറിങ് ഇസ് കോൾഡ് ലെവൽ ട്രിഗറിങ്. ഇനി അതല്ലാതെ നമ്മുടെ ഒരു ക്ലോക്ക് സൈക്കിളിന് 2 എഡ്ജ് ഉണ്ടെന്ന് പറയാം. 2 എഡ്ജ്, അതായത് ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് ഇതെടുക്കാമെന്ന് വിചാരിച്ചു, ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു പൾസ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ പൾസ് ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്ന ഒരു എഡ്ജുണ്ട്, ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്ന ഒരു എഡ്ജുണ്ട്. അതേപോലെ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുന്ന വേറൊരു എഡ്ജുണ്ട്. 2 എഡ്ജുകൾ ഓരോ പൾസിനുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്ന ഇവിടെ ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്ന എഡ്ജിനെ നമ്മൾ വിളിക്കുന്നത് പറഞ്ഞത് പോസിറ്റീവ് എഡ്ജ് എന്നാണ്. പോസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ലോ ടു ഹൈ, ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്നതാണ് നമ്മളെന്ന് വിളിക്കുന്നത് പോസിറ്റീവ് എഡ്ജ്, അതായത് ലോയിൽ നിന്ന് ഹൈയിലേക്ക്. അതേപോലെ ഈ സാധനം അതേപോലെ തന്നെ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുന്നതിനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എന്ത് പേര് വിളിക്കും? നെഗറ്റീവ് എഡ്ജ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു പൾസിന് തന്നെ 2 എഡ്ജുകളുണ്ടാവും, പോസിറ്റീവ് എഡ്ജും നെഗറ്റീവ് എഡ്ജും. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈക്കിളിൻ്റെ തന്നെ മുകളിലോട്ട് പോകുന്നത് താഴോട്ട് വരുന്നത് മാത്രം. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള എഡ്ജ്. അപ്പോൾ ഈ എഡ്ജുകളെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം. അതായത് നമുക്ക് പറയാം, അതായത് ഈ ഒരു ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യേണ്ടത് ഓരോ പോസിറ്റീവ് എഡ്ജിലുമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോസിറ്റീവ് എഡ്ജ് ലോ ടു ഹൈ എപ്പോഴാണോ ട്രാൻസിഷൻ നടക്കുന്നത് അന്നേരം ട്രിഗർ ആവും. അടുത്ത തവണ പിന്നെ എപ്പോഴേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ, വീണ്ടും ലോ ടു ഹൈ ഈ എഡ്ജ് വരുമ്പോഴേ ട്രിഗർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഓരോ തവണ എഡ്ജിൽ നമുക്ക് വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം. അത് പോസിറ്റീവ് എഡ്ജിൽ വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം, നെഗറ്റീവ് എഡ്ജിൽ വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ട്രിഗറിങ് ഉണ്ട്, ലെവലും എഡ്ജും. അതായത് ഹൈ എന്നോ ലോ എന്നോ പറയുന്ന ലെവലിനെ ബേസ് ചെയ്ത് ട്രിഗർ ചെയ്യുന്നെങ്കിൽ ലെവൽ ട്രിഗറിങ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എഡ്ജ് റൈസിങ് എഡ്ജ് എന്നും ഫോളിങ് എഡ്ജ് എന്നും വിളിക്കും. റൈസിങ് എഡ്ജ് 0 to 1 കൂടുവായതുകൊണ്ട് റൈസിങ് എഡ്ജ് എന്നും 1 to 0 ഫോളിങ് എഡ്ജ് എന്നും വിളിക്കും. റൈസിങ് എഡ്ജിനെ അല്ലെങ്കിൽ വേറെ രീതി വിളിക്കുന്നത് നമ്മൾ പോസിറ്റീവ് എഡ്ജ് എന്നും ഫോളിങ് എഡ്ജിനെ നെഗറ്റീവ് എഡ്ജ് എന്നും വിളിക്കും. എനിവേ ആ എഡ്ജിനെ ബേസ് ചെയ്താണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് എഡ്ജ് ട്രിഗറിങ്. ലെവലിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ ലെവൽ ട്രിഗറിങ്. ലെവൽ ട്രിഗറിങ് ആണെങ്കിൽ ഹൈയിൽ ട്രിഗർ ചെയ്യാം, ലോയിൽ ട്രിഗർ ചെയ്യാം. എഡ്ജ് ട്രിഗറിങ് ആണെങ്കിൽ പോസിറ്റീവ് എഡ്ജിൽ ട്രിഗർ ചെയ്യാം, നെഗറ്റീവ് എഡ്ജിൽ ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ റൈസിങ് എഡ്ജിൽ ട്രിഗർ ചെയ്യാം, ഫോളിങ് എഡ്ജിൽ ട്രിഗർ ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രിഗറിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗറിങ് നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ്. ഓക്കെ, ഞാനത് പറയാൻ കാരണം നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചു. ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നമ്മൾ ആ കാരണമൊക്കെ പഠിച്ചു. ആ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ പോകാനുണ്ടായ കാരണം തന്നെ എന്തായിരുന്നു? നമ്മുടെ ടോഗ്ലിംഗ് അല്ലെങ്കിൽ റേസ് അറൗണ്ട് റേസിംഗ് കണ്ടീഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ആ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമ്മൾ റേസിങ്ങിനെ കൺട്രോൾ ചെയ്ത് ടോഗിളിംഗ് ആക്കി കറക്റ്റാക്കി വെച്ചു. ആ സെയിം ഫങ്ഷനാലിറ്റി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എഡ്ജ് ട്രിഗറിങ് ഉപയോഗിച്ച് ചെയ്യാം. റേസിംഗ് കണ്ടീഷനെ ഒരു പരിധി വരെ നമുക്ക് എഡ്ജ് ട്രിഗറിങ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. വെറും എഡ്ജ് ട്രിഗറിങ് അല്ല, സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. അതായത് നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ റേസിംഗ് കണ്ടീഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, റേസിംഗ് കണ്ടീഷനെ കൺട്രോൾ ചെയ്ത് യൂഷ്വൽ ടോഗിളായിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന കണ്ടന്റിൽ നമ്മൾ ഈ പറയുന്ന ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ റേസിംഗ് കണ്ടീഷനെ ഈ പറയുന്ന നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ഉപയോഗിച്ച് ടോഗിളാക്കി അതിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ സിസ്റ്റം, ഇനി പഠിക്കാൻ പോകുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ട്രിഗറിങ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ മെയിനായിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഇനി പഠിക്കാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നത് കൗണ്ടേഴ്സ്. നമുക്ക് പഠിക്കേണ്ട സാധനം എന്ന് പറയുന്നത് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പേര് പോലെ തന്നെയാണ്, കൗണ്ട് ചെയ്യുന്ന സാധനം. ഓക്കെ, കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സാധനമാണ്. എന്തുവാണ്? കൗണ്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? 0 1 2 3 4 5 എന്നും പറഞ്ഞുകൊണ്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനമാണ് കൗണ്ടർ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ 0 1 2 3 തൊട്ട് നമുക്ക് വേണ്ടൊരു വാല്യൂ വരെ കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു കൗണ്ടർ വേണം, 5 മുതൽ 15 വരെ കൗണ്ട് ചെയ്യണം, എനിക്ക് ഡിസൈൻ ചെയ്യാം. 0 മുതൽ 4 വരെ കൗണ്ട് ചെയ്യണം, ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ 100 മുതൽ 150 വരെ കൗണ്ട് ചെയ്യണം, ഡിസൈൻ ചെയ്യാം. എനിക്ക് ഇപ്പോൾ ഈ കൗണ്ട് ചെയ്യുന്ന സാധനം തന്നെ തിരിച്ച് കൗണ്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ പറയുന്നത് അപ്പ് കൗണ്ടർ എന്ന് പറയും. അതായത് മേലോട്ട് കൗണ്ട് ചെയ്യുക, 0 1 അസെൻഡിങ് ഓർഡർ 0 1 2 3 കൗണ്ട് ചെയ്യുന്നത് നമ്മൾ അപ്പ് കൗണ്ടർ എന്ന് പറയും. തിരിച്ച് എനിക്ക് വേണമെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യാം. തിരിച്ച് അതിപ്പോൾ എനിക്ക് 10 നിന്ന് താഴോട്ടൊരു 5 വരെ കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ 8 നിന്ന് താഴോട്ടൊരു 0 വരെ കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ 150 നിന്ന് എനിക്കൊരു 90 വരെ കൗണ്ട് ചെയ്യണം. തിരിച്ച് ഇത് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കൗണ്ടറുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. അപ്പോൾ അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമ്മുടെ ഒരു കൗണ്ടർ സെറ്റപ്പ് എന്ന് പറയുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് 2 ബിറ്റുള്ള കൗണ്ടർ ആയിരിക്കും. അതായത് നമുക്ക് 0 മുതൽ എവിടെ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? 3 വരെ, 0 1 2 3. കാരണം നമുക്ക് 2 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 0 മുതൽ 4 വാല്യൂസ് കൗണ്ട് ചെയ്യാൻ പറ്റും. 0 1 2 3 എത്ര വരെ കൗണ്ട് ചെയ്യാം? 3 വരെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ കൗണ്ട് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് 2 ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമുക്കിപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇതിപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എ, ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി എന്ന് കൊടുക്കാം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഫ്ലിപ്പ് ഫ്ലോപ്പ് എയും ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയും. എയുടെ ആയതുകൊണ്ട് ഞാൻ ഇതിന് ജെ എന്നും ഇതിൻ്റെ ഇൻപുട്ടിന് കെ എ എന്നും ഇട്ടു. ഇത് എയുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ജെ എന്നും, ഇത് എയുടെ കെ ആയതുകൊണ്ട് ജെ എ എന്നും ഇട്ടു. അതുപോലെ ഇതിനപ്പം ഞാൻ കൊടുക്കും ജെ ബി എന്നും കെ ബി എന്നും ഇൻപുട്ടിനും കൊടുത്തു വിചാരിക്കാം. സാധാരണ പോലെ തന്നെ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് ഉണ്ടാവും, ഇതിന് ഔട്ട്പുട്ട് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നെഗറ്റീവ് ഔട്ട്പുട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എയുടെ ഔട്ട്പുട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിനെ ക്യു എ എന്നും, ഇത് ബിയുടെ ഔട്ട്പുട്ട് ആയതുകൊണ്ട് ഇതിനെ ക്യു ബി എന്നും കൊടുത്തു. ഓക്കെ, ജെ ഉണ്ട്, കെ ഉണ്ട്, ഇവിടെയും ജെ ഉണ്ട്, ഇവിടെയും കെ ഉണ്ട്, ഇതിനും ക്ലോക്ക് ഉണ്ട്, ഇതിനും ക്ലോക്ക് ഉണ്ട്. ഇവിടെ വരെ ഓക്കെ, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന പോലെ തന്നെ പോയി. ഇനി ഒരു വ്യത്യാസമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ കൊടുക്കുന്ന അതേ ക്ലോക്ക് തന്നെയാണ് നമ്മൾ യൂഷ്വൽ കേസിൽ നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കൊടുക്കാറ്. പക്ഷേ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മളൊരു ക്ലോക്ക് കൊടുക്കും. ഓർക്കേണ്ട കാര്യം, ജെയും കെയും നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 1 1 എന്നൊരു കണ്ടീഷൻ വന്നാൽ, ജെയിലും കെയിലും 1 1 എന്നൊരു കണ്ടീഷൻ വന്നാൽ നമ്മൾ സാധാരണ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, മാസ്റ്റർ സ്ലേവ് ഒന്നുമില്ല. അപ്പോൾ സാധാരണ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അവിടെ എന്താ പറ്റും? റേസിംഗ് കണ്ടീഷൻ വരും.
റേസിംഗ് കണ്ടീഷൻ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. മുമ്പേ പറഞ്ഞു നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സാധനത്തിൻ്റെ റേസിംഗ് കണ്ടീഷൻ ഒഴിവാക്കി ടോഗിളിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ക്ലോക്കിൻ്റെ ഇവിടെ ഒരു ബബിൾ വരയ്ക്കും. ക്ലോക്കിൻ്റെ ഇവിടെ സൈഡിലൊരു ബബിൾ വരയ്ക്കും, ക്ലോക്കിൻ്റെ ലെഫ്റ്റിലൊരു ബബിൾ വരയ്ക്കും. ആ ബബിളിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോക്കിൻ്റെ ഇപ്പുറത്തോട്ട് എന്ത് വരയ്ക്കുന്നത്, ഒരു ചെറിയ ബബിൾ. നോട്ട് സിമ്പിളാണ്. നോട്ട് ഗേറ്റ്, നമ്മൾ നോട്ട് ഗേറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, നമ്മുടെ നോട്ട് ഗേറ്റ് ഇങ്ങനെ നോട്ട് ഗേറ്റ് വരയ്ക്കുന്നത് അല്ലേ. ഈ നോട്ട് ഗേറ്റിൻ്റെ ഇങ്ങനെ ഈ നോട്ട് ഗേറ്റിൻ്റെ ഈ ബബിളില്ലേ എല്ലാത്തിനും നോട്ട്. അപ്പോൾ ആ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടോട്ട് ഈ ബബിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ പടം കണ്ടതിൻ്റെ എപ്പോഴെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തൊരു ബബിൾ കണ്ടാൽ അതിൻ്റെ മീനിങ് എന്തോ അവിടെ ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടാണ് വാല്യൂസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു, കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളൊരു ക്ലോക്ക് കൊടുക്കും. ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മളൊരു ക്ലോക്ക് കൊടുക്കും. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മളൊരു ക്ലോക്ക് കൊടുക്കും. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ ക്ലോക്ക് തന്നെ കൊടുക്കത്തില്ല, പകരം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നേരിട്ട് ക്ലോക്ക് കൊടുത്തു, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് വഴി എവിടെ കൊടുത്തു, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ജെയും കെയും രണ്ട് കേസിലും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെയും കെയും നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു, 1ലേക്ക് കണക്ട് ചെയ്തു. രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെയും കെയും നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു, 1ലേക്ക് കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിളിങ്ങിൽ വർക്ക് ചെയ്യും, ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിളിങ്ങിൽ വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിളിങ്ങിൽ വർക്ക് ചെയ്യും, ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിളിങ്ങിൽ വർക്ക് ചെയ്യും. ഇവിടെ റേസിംഗ് ഉണ്ടാവില്ല, കാരണം വി ആർ യൂസിങ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. അങ്ങനെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, റേസിംഗ് കണ്ടീഷൻ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ഞാനിത് കണക്ട് ചെയ്ത് വെച്ചു. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ കൗണ്ടിങ് വരുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പതുക്കെ ഇതിൻ്റെ പുറകാലെ പറഞ്ഞുതരാം, അത് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളിത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സർക്യൂട്ടിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഈ നാണി വരച്ച് വെക്കുന്ന സർക്യൂട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഈ കൗണ്ടറുകൾക്ക് ഒരു വേറൊരു പേരല്ലെങ്കിൽ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഫ്രീക്വൻസി, കൗണ്ടറുകൾക്ക് തന്നെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്സ്. ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്സ് അഥവാ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുന്ന സർക്യൂട്ട്സ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, ഈ കൗണ്ടറുകളെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സിഗ്നൽ ഏതൊക്കെ വരയ്ക്കണം, ക്ലോക്ക്. ഇപ്പോൾ ഞാനൊരു ക്ലോക്ക് പൾസ് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. ഞാനൊരു ക്ലോക്ക് പൾസ് വരയ്ക്കാം. മൂന്നെണ്ണം വരച്ചാൽ നിങ്ങൾക്ക് കാണത്തില്ല, ഇച്ചിരി വലുത് വരയ്ക്കണം. ഓക്കെ, മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഇതൊരു ക്ലോക്ക് പൾസാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ക്ലോക്ക് പൾസിന് ഞാൻ നേരെ ഓരോ പൾസ് വരെ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്ര ഇരിക്കട്ടെ, ഒന്നുകൂടെ വരച്ചേക്കാം. റെഫറൻസ് വേണ്ടി വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ
പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വരച്ച പടത്തിനകത്ത് നമുക്ക് രണ്ട് ഇതുണ്ട്, എന്തുവാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ക്യൂ എ നോക്കി, നമ്മൾ നേരത്തെ വരച്ചതിനകത്ത് നമുക്ക് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് നമുക്കുള്ളത്, എയും ബിയും. അതിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ എയും, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യൂ ബിയും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ക്യൂ എയിൽ എന്തുമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ക്യൂ ബിയിൽ നമുക്ക് എന്തുമായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഗ്രാഫിനകത്ത് ക്യൂ എയിൽ എന്താ ഔട്ട്പുട്ട് വരും, ക്യൂ ബിയിൽ എന്താ ഔട്ട്പുട്ട് വരും നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലോക്ക്, ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ക്ലോക്ക് കൊടുത്തത്, ഇനീഷ്യൽ ക്ലോക്ക് കൊടുത്ത് ഇവിടെയാണ്. ഈ ക്യൂ എ ആണ് രണ്ടാമത്തെ ക്ലോക്കായിട്ട് കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ എന്നതിൻ്റെ ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി, നിങ്ങൾ ഫ്രീക്വൻസിയെ പറ്റിയൊക്കെ നിങ്ങൾ അവൈലബിൾ ആണെന്ന് വിശ്വസിക്കുന്നു, അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി എഫ് സി ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൊടുക്കുന്ന ക്ലോക്കിൻ്റെ എഫ് സി എന്ന് ഞാൻ ക്ലോക്കിന് വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഫ്രീക്വൻസി ഓഫ് ക്ലോക്ക് എഫ് സി ആണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുക. നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയേണ്ടത് ക്യൂ എയിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരും, അതുപോലെ തന്നെ ക്യൂ ബിയിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരും. ഈ രണ്ടെണ്ണം നമുക്ക് അറിയേണ്ടത് എന്താ വരുമെന്ന് നമുക്കൊന്നറിയാം. ഇപ്പോൾ നിലവിലെല്ലാം സീറോയിലിരിക്കുക, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സാധനം എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. സാധനം വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിലാണ്. അപ്പോൾ ഈ സംഭവം എപ്പോഴും വർക്ക് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? നെഗറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക്. നെഗറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതാ? ഫോളിംഗ് എഡ്ജ്. അതായത് ഈ വരുന്ന ഈ നെഗറ്റീവായിട്ടുള്ള എഡ്ജിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇതാണ് ക്ലോക്ക്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ സീറോയിലിരിക്കുമെന്ന് വിചാരിക്കുക. ഇത് ജെയും കെയും വണ്ണ. അപ്പോൾ എപ്പോഴും ടോഗിൾ ചെയ്യും. പക്ഷേ ടോഗിളിങ് വർക്ക് ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? ക്ലോക്ക് വരുമ്പോൾ മാത്രമാണ്. ക്ലോക്കിൻ്റെ എവിടെ വരുമ്പോൾ മാത്രമാണ്? നെഗറ്റീവ് എഡ്ജിൽ മാത്രം. ഇപ്പോൾ സീറോയിലിരിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ എന്ത് പറ്റും? എങ്ങോട്ട് പോകും? ഹൈയിലേക്ക് പോകും. ഇത് ഹൈയിൽ തന്നെ നിൽക്കും. ഇനി അടുത്ത ടോഗിളിങ് നടക്കുന്ന എവിടാ? അടുത്ത നെഗറ്റീവ് എഡ്ജിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? നെഗറ്റീവ് എഡ്ജായി വീണ്ടും ലോ ആയി. ഇത് വീണ്ടും മുമ്പോട്ട് പോയി. അടുത്ത നെഗറ്റീവ് എഡ്ജ് വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? മുമ്പോട്ട് പോയി, മേലോട്ട് ഹൈ ആയി, ലോയിൽ നിന്ന് ഹൈ പോയി. അടുത്ത നെഗറ്റീവ് എഡ്ജ് വന്നപ്പോൾ വീണ്ടും താഴോട്ട് പോയി. അടുത്ത നെഗറ്റീവ് എഡ്ജ് വന്നപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും മേലോട്ട് പോയി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് അത്രയും മനസ്സിൽ വെച്ചോളുക. ഇനി ഈ ക്യൂ എ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഈ വരച്ചത്. ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തത്, ക്ലോക്കായിട്ട് കൊടുത്തത്. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ എ ആയിരുന്നു, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്താൽ, ഈ ക്യൂ എ ബേസ് ചെയ്താൽ. അതും എഡ്ജ് ട്രിഗറിങ്ങാണ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്യൂ ബി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ഏതിനെ ബേസ് ചെയ്തായിരിക്കും? ഈ ക്യൂ എയുടെ നെഗറ്റീവ് എഡ്ജിനെ ബേസ് ചെയ്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യൂ ബി ഇവിടെ നിൽക്കുവാണെങ്കിൽ, ഇപ്പോൾ ലോയിലായിരുന്നെങ്കിൽ അത് ഹൈ ആവുന്ന എവിടെ ആയിരിക്കും? ക്യൂ എയുടെ നെഗറ്റീവ് എഡ്ജിലാണ്, ഇവിടെ വെച്ച് ഹൈ ആയി. ഇനി അടുത്ത ടോഗിളിങ് ലോ ആവുന്ന എപ്പോഴാണ്? ക്യൂ എയുടെ അടുത്ത നെഗറ്റീവ് എഡ്ജിൽ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അടുത്ത നെഗറ്റീവ് എഡ്ജിൽ വീണ്ടും പോവും, അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതായിരുന്നു ക്ലോക്ക് ആണല്ലോ, ഇതായിരുന്നു ക്ലോക്ക് ഏറ്റവും മേളിൽ കാണുന്നത്. അതിൻ്റെ ടൈം പീരീഡിനെക്കാട്ടിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ വിഡ്ത്ത്, നമ്മുടെ ഒരു സൈക്കിളിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ടൈം പീരീഡിൻ്റെ ഡബിൾ ടൈം പീരീഡ് ആണല്ലോ ക്യൂ എക്ക്. ആണോ? ഈ വിഡ്ത്തിനെക്കാട്ടിൽ ഡബിൾ ആണ് ഏത്? ഈ വിഡ്ത്ത്. ഈ വിഡ്ത്തിനെക്കാട്ടിൽ ഡബിൾ ആണ് ഈ വിഡ്ത്ത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടൈം പീരീഡ് ഓഫ് ക്ലോക്കിൻ്റെ ടൈം പീരീഡ് ടി സി ആണെങ്കിൽ ടി സിയുടെ ഡബിൾ, ടി സി ഇൻറ്റു 2 ആണ് ഏത്? ക്യൂ എയുടെ ടൈം പീരീഡ്. ടി സി ഇൻറ്റു ടി സിയുടെ ഡബിൾ ആണ് ഏത്? ക്യൂ എയുടെ ടൈം പീരീഡ്. ആ ക്യൂ എയുടെ ടൈം പീരീഡിൻ്റെ ഡബിൾ ആണ് ഏത്? ക്യൂ ബിയുടെ ടൈം പീരീഡ്. മനസ്സിലാവുന്നുണ്ടോ? ടൈം പീരീഡ് ഡബിളായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ശരിയാണോ? പഠിച്ചിട്ടുള്ളതാണ്, പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് നമ്മുടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ടൈം പീരീഡ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ ഫ്രീക്വൻസി. എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഡബിൾ ആയാൽ ഫ്രീക്വൻസിക്ക് എന്താ പറ്റും? ടൈം പീരീഡ് ഡബിൾ ആയാൽ ഫ്രീക്വൻസിക്ക് എന്താ പറ്റും? പകുതിയാവും. ടൈം പീരീഡ് ഡബിൾ ആയാൽ ഫ്രീക്വൻസി പകുതിയാവും. ശരിയാണോ? ടൈം പീരീഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അത് 1/, ആണ്. അപ്പോൾ ടൈം പീരീഡ് ഡബിൾ ആയാൽ ഫ്രീക്വൻസി 1/2 ആവും. അപ്പോൾ ടൈം പീരീഡ് 4 ടൈം ആയാൽ ഫ്രീക്വൻസി എന്താവും? 1/4 ടൈം ആവും, ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നോക്കേണ്ട കാര്യം, ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് സി ആയിരുന്നെങ്കിൽ ക്യൂ എ എന്തുമായി? നേരെ പകുതി
ടൈം പീരീഡ് ഡബിൾ ആയെങ്കിൽ ഫ്രീക്വൻസി എന്തുവായി? ചെറുതായി. അപ്പോൾ ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി എഫ് സി ആയിരുന്നെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ക്യു എ എന്തുവാ? ഫ്രീക്വൻസി ഓഫ് ക്യു എ എന്തുവാ? ഇതിൻ്റെ നേരെ പകുതി. അപ്പോൾ എന്തുവായി? എഫ് സി ബൈ 2 ആയി. ആ ഫ്രീക്വൻസിയുടെ വെച്ചിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ക്യൂ ബി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ ടൈം പീരീഡ് ഇതിൻ്റെ ഡബിൾ. അപ്പോൾ ഫ്രീക്വൻസി പകുതിയായി. അപ്പോൾ എന്തുവായി? എഫ് സി ബൈ 4. അപ്പോൾ ഇനി അടുത്തൊരു ഫ്ലിപ്പ് ഫ്ലോപ്പോടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എഫ് സി ബൈ 8. ഇങ്ങനെ അതിൻ്റെ പകുതി പൊക്കോണ്ടിരിക്കും. അഥവാ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറയണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഈഫ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഈക്വൽ ടു എൻ, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ ഫൈനൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2n ആയിരിക്കും. ക്ലോക്ക് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2n എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 ആയിരുന്നെങ്കിൽ എൻ്റെ അവസാനം വരുന്ന ഫ്രീക്വൻസി എന്തുമായിരിക്കും? എഫ് സി ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ എഫ് സി ഡിവൈഡ് ബൈ 16 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ്, എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ബൈ 16 ചെയ്യേണ്ടതെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുക, ഡിവൈഡ് ബൈ 8 ചെയ്യേണ്ടെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുക, ഡിവൈഡ് ബൈ 4 ചെയ്യേണ്ടെങ്കിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുക. അങ്ങനെ എനിക്ക് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ഈ വരച്ച കൗണ്ടർ സർക്യൂട്ട് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ ഇതാണ് നമ്മളിതിൻ്റെ യൂസ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സാധനം എന്ന് പറയുന്നത് കൗണ്ടറാണ്. ശരിയാണല്ലോ? നമ്മൾ പഠിക്കുന്ന സാധനം കൗണ്ടറാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മളൊരു കൗണ്ടറായിട്ട് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഇതെങ്ങനെ ഈ സാധനം കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നേ? നമുക്കത് അറിയേണ്ടതാ. അതായത് ആദ്യത്തെ ക്ലോക്ക് പൾസ് നോക്കിയാൽ മതി. ആദ്യത്തെ ക്ലോക്ക് പൾസിൻ്റെ കേസിൽ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ക്യൂയുടെ വാല്യൂ എന്തുവാ? ഇത് ലോയും ഇത് ഹൈയും. ലോയും ഹൈയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോയ്ക്ക് നമ്മൾ 0 എന്നും ഹൈക്ക് നമ്മൾ 1 എന്നാണ് പറയുന്നത് യൂഷ്വലി. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൻ്റെ കേസിൽ നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് ഒരു പൾസിൻ്റെ കേസ് നോക്കിയപ്പം ക്യൂയുടെ വാല്യൂ എന്തുവാ? ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ പറഞ്ഞേ. ലോയും ഹൈയും ആണ്. ലോ 0 ആണ്, ഹൈ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ക്യൂയുടെ വാല്യൂ എന്തുവാ? ആരെങ്കിലും പറഞ്ഞേ. എന്തുവാടെ ക്യൂയുടെ വാല്യൂ? 0. ഇപ്പം നമ്മളിപ്പോൾ എഴുതുക ക്യൂയും ക്യൂ ബി എഴുതാമെന്ന് വിചാരിച്ചോളുക. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ക്യൂയുടെ വാല്യൂ 0 ഇവിടെ വെച്ച്. ആ സമയത്തുള്ള ക്യൂബിയുടെ വാല്യൂ എന്തുവാ? 0. പിന്നെ ഇവിടെ നിങ്ങൾക്കത് MSB LSB ആയാലും ഇത് ക്യൂ ബിയും ഇത് ക്യൂ എ എന്ന് എഴുതാൻ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ക്യൂയുടെ വാല്യൂ എന്തുവായിരുന്നു? 0. ക്യൂബിയുടെ വാല്യൂ 0. ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ ട്രാൻസ്ഫർ ആകുമ്പോൾ നടക്കുന്നത് ഇവിടെ 1 കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലോക്ക് പൾസിൽ ക്യൂയുടെ വാല്യൂ എന്തുവാ? ഇവിടെ ക്യൂയുടെ വാല്യൂ എന്തുവാ? ഈ ക്ലോക്ക് പൾസ് ഇവിടെ വന്നപ്പോൾ 1. ക്യൂബിയുടെ വാല്യൂ എന്തുവാ? 0. അപ്പോൾ ക്യൂബി 0, ക്യൂബെ 1. അടുത്ത ക്ലോക്ക് പൾസിൻ്റെ കേസ് നോക്കിയേ. ഇവിടെ ഈ മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ ക്യൂയുടെ വാല്യൂ എന്തുവാ? മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ ഇവിടെ ക്യൂയുടെ വാല്യൂ എന്തുവാ? ഇവിടെ ക്യൂ ബിയുടെ വാല്യൂ എന്തുവാ? 1. അപ്പോൾ ക്യൂബി 1, ക്യൂബെ 0. അടുത്ത ക്ലോക്ക് പൾസിൻ്റെ കേസിലെത്തി ഇവിടെ നാലാമത്തെ ക്യൂയുടെ വാല്യൂ എന്തുവാ? ക്യൂബിയുടെ വാല്യൂ എന്തുവാ? 1. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സീക്വൻസ്? ആദ്യം ക്യൂയും ക്യൂബിയും 0 ആയിരുന്നു. അടുത്ത കേസിൽ ക്യൂബി 0, ക്യൂഎ 1. അടുത്ത കേസിൽ ക്യൂബി 1, ക്യൂഎ 0. അടുത്ത കേസിൽ ക്യൂബി 1, ക്യൂഎ 1. ഇതെന്തോ ശരിക്കും? 0 0 0 1 1 0 1 1. അതെന്തോ അപ്പം? 0 0യുടെ കറസ്പോണ്ടിങ് എന്തുവാ? 0. 0 1ൻ്റെ കറസ്പോണ്ടിങ് എന്തുവാ? 1. 1 0യുടെ കറസ്പോണ്ടിങ് എന്തുവാ? 2. 1 1ൻ്റെ കറസ്പോണ്ടിങ് എന്തുവാ? 3. അപ്പോൾ ഇത് എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്തു? 0 മുതൽ 3 വരെ കൗണ്ട് ചെയ്തോ?
മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഇത് 0 മുതൽ 3 വരെ കൗണ്ട് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ QC ഉണ്ടായിരുന്നെങ്കിലോ, ഇത് എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്തേനെ? 0 0 0 0 0 1 0 1 0 1 0 അതുപോലെ എവിടെ വരെ കൗണ്ട് ചെയ്തേനെ? 1 1 1 വരെ എവിടെ വരെ? 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്തേനെ. മനസ്സിലായോ? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിലോ 15 വരെ കൗണ്ട് ചെയ്തേനെ. 0 മുതൽ 15 വരെ കൗണ്ട് ചെയ്തേനെ. 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ 0 മുതൽ 31 വരെ കൗണ്ട് ചെയ്തേനെ. എല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാ? ഇതാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കൗണ്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കൗണ്ടറിൽ എപ്പോഴും ഓരോരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പോകുന്നത്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴും ഫ്രീക്വൻസി എന്ത് ചെയ്യുകയാണ്? പകുതിയായി പോവുക. ടൈം പീരീഡ് കൂടിയും വരിക. മനസ്സിലായി? കാരണം നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ എന്ത് വേണ്ടിയിട്ടാണ്? റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ടോഗിളിംഗ് റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ടൈം പീരീഡിന് 1/2 ആയതുകൊണ്ട് ഫ്രീക്വൻസി പകുതിയായി വരും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫൈനൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് fc/2n. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും വരുന്നത് നമ്മൾ ആ പാറ്റേൺ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ തവണയും നമ്മൾ എന്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക? കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 0 0 0 1 1 0 1 1 നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് ബിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് നടക്കും? ഈ സാധനത്തിനെ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കൗണ്ടറാണിത്. ഈ കൗണ്ടർ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യണമെന്നും എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്യണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ, നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഇതുപോലെ ചോദിക്കണമെന്നില്ല. പക്ഷേ ഇത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഡെഫിനറ്റായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു കൗണ്ടർ, ആ കൗണ്ടർ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ പഠിച്ച അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമ്മളൊരു കൗണ്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, ക്ലോക്ക് എങ്ങനെ കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് അതിനൊരു ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, അതെങ്ങനെയാണ് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അപ്പോൾ കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വേണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അപ്പോൾ എനിക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അതിൻ്റെ 2n. ഇപ്പോൾ എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 2 വാല്യൂ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 4 വരെ കൗണ്ട് ചെയ്യാം. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 7 വരെ കൗണ്ട് ചെയ്യാം. പിന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 0 മുതൽ 15 വരെ കൗണ്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ ഡിസൈൻ ചെയ്യാനും സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് കൊടുത്ത് പോവുക. ജെയും കെയും എല്ലാം 1 കണക്ട് ചെയ്യുക. വേറെ ഒരു പണിയില്ല. ഇത്രയും ചെയ്താൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്ന 0 മുതൽ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യുന്നു അവിടെ വരെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുകൊണ്ടിരിക്കും? കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഒരു കൗണ്ടർ സർക്യൂട്ട്. കൗണ്ടർ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലായോ പിള്ളേരെ? ഹലോ, ആയി. ഇനി ഞാൻ നിർത്തുവാണെങ്കിൽ ഇത് മതി. ഇത് ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ നേരത്തെ ആഡർ പഠിച്ചപ്പോൾ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്, ഒരു ആഡറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് അടുത്ത ആഡറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു, അതിൽ നിന്നെടുത്ത് അടുത്തതിലേക്ക് കൊടുത്തു, അത് അങ്ങനെ പോകുന്നതിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നു, റിപ്പിൾ ക്യാരി ആഡർ. കാരണം ക്യാരി ഇങ്ങനെ റിപ്പിൾ ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മളതിൻ്റെ പേര് വിളിച്ചു റിപ്പിൾ ക്യാരി ആഡർ. അതായത് ഇങ്ങനെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്തത്, അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തത്, അങ്ങനെ റിപ്പിൾ ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ അതിന് റിപ്പിൾ ക്യാരി ആഡർ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക്, അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് അടുത്തതിൻ്റെ ക്ലോക്ക്, അങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മളിതിനെ ഈ രീതിയിൽ ഇപ്പം നമ്മൾ വരച്ച കൗണ്ടറിനെ നമ്മൾ വേറൊരു പേരൂടെ വിളിക്കാറുണ്ട്. എന്തുമായിരിക്കും? റിപ്പിൾ കൗണ്ടർ. അപ്പോൾ റിപ്പിൾ കൗണ്ടർ ചോദിച്ചാൽ ഇതാണ് റിപ്പിൾ കൗണ്ടർ എന്ന് വിളിക്കാറുണ്ട്. ഇതിന് വേറൊരു പേരോട് വിളിക്കാറുണ്ട്. ഈ കൗണ്ടറിന് തന്നെ വേറൊരു പേരോട് വിളിക്കാറുണ്ട്. അസിൻക്രോണസ് കൗണ്ടർ. അസിൻക്രോണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ സിൻക്രോണസ് അസിൻക്രോണസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സർക്യൂട്ടിലുള്ള എല്ലാ ഡിവൈസുകൾ കൂടെ ഒറ്റ ക്ലോക്ക് സിഗ്നൽ കൊടുത്ത് ആ ഒരൊറ്റ ക്ലോക്ക് സിഗ്നലിനെ ബേസിൽ സിൻക്രണൈസ് ചെയ്ത് എല്ലാവരും വർക്ക് ചെയ്യുവാണെങ്കിൽ ആ സിസ്റ്റത്തിന് സിൻക്രണസ് സിസ്റ്റം എന്നും, ഓരോരുത്തർക്കും വേറെ സെപ്പറേറ്റ് ക്ലോക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ അസിൻക്രണസ് സിസ്റ്റം നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ ക്ലോക്ക് കൊടുക്കുന്നുള്ളൂ. ആ ക്ലോക്ക് വേറെ ഒരാൾക്കും കൊടുക്കുന്നില്ല. പിന്നുള്ളതെല്ലാം ഓരോന്നുകളുടെ ഔട്ട്പുട്ടായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു സിൻക്രോണസ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഏത് പേരും വിളിക്കാറുണ്ട്? അസിൻക്രോണസ് കൗണ്ടർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അസിൻക്രോണസ് കൗണ്ടർ എന്ന് വിളിച്ചാലും റിപ്പിൾ കൗണ്ടർ എന്ന് വിളിച്ചാലും ഒക്കെ എന്താണ്? ഇതാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തൽക്കാലത്ത് നിർത്താം. ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓക്കെ, താങ്ക് യു.